എണീറ്റില്ലേ? നേരം പെരപരാ വെളുത്തിട്ടു. ഈ നേരം വെളുക്കുമ്പം തന്നെ ആരാ? ഓ ശല്യം. ഓ ഇതിനുറക്കോ ക്ഷീണോ ഒന്നുമില്ലേ? വെറുപ്പിക്കാനും പറ്റൂല. നേരം വെളുത്തോ മാധവിയമ്മേ? അതെന്താടി നിനക്കൊരാക്കിയോ ചോദ്യോ? മുട്ടിന്റെ പഴയ വേദന പിന്നെയും വന്നടി. ഒരടി നടക്കാൻ വയ്യ. അല്ല നിന്റെ കെട്ടിയോ വന്നടി? രാത്രി എത്തിയത് അല്ലേടി? ഈ അറിഞ്ഞോ നമ്മളെ ചായക്കടക്കാരൻ രാമന്റെ മോളെ ഒളിച്ചോടി പോയത്? ഇനി ഓളെ കാണണെങ്കിലും നമ്മൾ ബംഗാളില് പോണ്ടി വരും. ആ കഷ്ടായിപ്പോയി. ഇത് നോക്കാം ഇവിടെ എന്റെ ചിക്കൻ. എന്താ മോളെ? രണ്ടെണ്ണം ഒന്നേ ഉള്ളൂ. എന്താ ഇങ്ങനെ? എത്ര മനോഹരമാണ് ഈ പുഴയോ അല്ലേ? എന്നാലും ഉണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ. എന്നോട് ഒരു പ്രാവശ്യമെങ്കിലും വേണ്ട, ഇനി വേണ്ട, എന്നോട് അത്രക്കേ ഉള്ളൂ സ്നേഹം. ഓ അപ്പോൾ അതാണ് കാര്യം. പ്രകൃതിയെ മനോഹരമാണെന്ന് പറഞ്ഞതാ പ്രശ്നം. എന്റെ സുന്ദരിക്കുട്ടി അല്ലാതെ തന്നെ മനോഹരിയല്ലേ? ഈ പിള്ളേർക്ക് ഉറങ്ങേ വേണ്ട, ഉണ്ണേ വേണ്ട, അച്ഛനെ മതി. എപ്പോഴെങ്കിലും കിട്ടുന്നതല്ലേ? എന്നാലും ഈ അമ്മ കസൂയ. എന്താ ചെയ്യ, ഇവളിങ്ങനെയായാല് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പിണക്ക. ആരോട് പറയാനാ? ചൂടാണെന്ന് അറിയൂലേ? ക്ലാസ് എടുക്കാൻ പോയതല്ലേ? കുട്ടികളൊക്കെ കഷ്ടാണല്ലോ. വിനേട്ടാ ഞേ പോണ്ട അങ്ങോട്ട്. ആകെ ഉണങ്ങി കരിഞ്ഞു പോയി. അയ്യോ വേഗം വെള്ളം നടന്നു. ഇതത് പറയാൻ പറ്റിയ സമയ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, എന്നാ പിന്നെ നിർത്തിയാലോ? എന്താ പറഞ്ഞേ? രമേന്റെ ഭർത്താവേ ഡോക്ടർ, ലതേൻ്റെത് എഞ്ചിനീയറും, ശോഭനേൻ്റെത് ബിസിനസ്സാ. നിങ്ങൾ നിർത്തി പോന്നാലേ എനിക്ക് ഒരിടയിൽ ഒരു വിലയുണ്ടാവില്ല. ഞാൻ ഓരോടൊക്കെ പറഞ്ഞത് എന്താ അറിയോ? നിങ്ങൾക്ക് ദുബായിൽ ബിസിനസ്സാന്നാ. എന്ത് ബിസിനസ്സോ? എനിക്കോ? വിനേട്ടാ, വിനേട്ടനറിയോ, ഞാനിന്നാളേ രമേന്റെ കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോഴേ രമ 2 സാരി വാങ്ങിയപ്പേ ഞാൻ 4 എണ്ണ വാങ്ങിയത്. രമേന്റെ കണ്ണം അങ്ങോട്ട് തള്ളിപ്പോയി. മുമ്പൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാനങ്ങനെ വിട്ടുകൊടുത്താലേ അത് വിനേട്ടനല്ലേ മോശം? പിന്നെ വിനേട്ടനറിയോ, നാളെ ഒരു 10,000 കൂടെ ഞാൻ അയക്കാൻ പറഞ്ഞില്ലേ, അത് ഇതിനേനു. ഞാൻ തിന്നാതെയും കുടിക്കാതെയാണ് അത് അയച്ചു കൊടുത്തതെന്ന കാര്യം ഇവക്കറിയോ? ഇവള് തന്നെയല്ലേ പോണ്ടെന്ന് പറഞ്ഞ? ഇവളെന്തൊരാളാ? ഓന്തിന് പോലും ഇത്ര വേഗത്തിൽ നിറമാറാൻ പറ്റും? ഈ കള്ളിപ്പൂച്ചനെ കൊണ്ടേ എന്നോട് സ്നേഹമില്ല അഞ്ഞിട്ടാ പണി നിർത്തണം എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഓരോ മുന്നിലൊന്നും തല കുനിച്ച് നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടേ പെട്ടെന്നൊന്നും പണി നിർത്തണ്ട. അതെ, അംബാനിനെയോ അദാനിനെയോ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്. താഴേക്കിടയിലുള്ള ആളുകളെ നോക്കി ജീവിക്കുമ്പോൾ നമ്മൾ എത്രയോ മുകളിലാ. കണ്ടോ കണ്ടോ, ഭാര്യന്റെ തല കുഞ്ഞാൽ എന്താ, മറ്റുള്ളവര് വലിയവരായി കാണണം. വിനേട്ടാ,
എന്താ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? ഞാനേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതൊന്നല്ല. ഇപ്പൊ 2 മക്കളെ പഠിപ്പിക്കാനൊക്കെ എന്താ ചെലവ്? ഇങ്ങനെയൊക്കെ ഇപ്പം അവസ്ഥ. അപ്പം പിന്നെ വിനേണ്ണും കൂടെ പോവാതിരുന്ന. അതിനാരാ പോകുന്നില്ലെന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ പറഞ്ഞത് പോകുന്നില്ല? അത് ഞാൻ നിന്നെ കളിപ്പിക്കാൻ ഒരു തമാശ പറഞ്ഞല്ലേ. ഇങ്ങനെയൊക്കെയാണോ ഒരു തമാശ പറയാ? ഞാനേ അങ്ങ് ഇല്ലാതായിപ്പോ ഇത് കേട്ടപ്പോ. ഇപ്പൊ എനിക്കൊരു ജീവൻ തിരിച്ചു കിട്ടിയ പോലെ.